തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി കസേര വിജയ് ഉറപ്പിക്കുന്നു. TVKക്ക് VCK പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. വിലപേശലിനൊടുവിലാണ് പ്രഖ്യാപനം. VCK പിന്തുണ പ്രഖ്യാപിച്ചതോടെ TVKക്ക് 118 MLA-മാരുടെ പിന്തുണയായി. ജോബി ജോർജ് ചേരുന്നു. ജോബി, അങ്ങനെ അതൊരു പുതുചരിത്രമാവുകയാണ്. ഒപ്പം ഗവർണർക്ക് ഇനിയെങ്കിലും ബോധ്യപ്പെടുമോ എന്നൊരു ചോദ്യവുമുണ്ട്. അതെ, അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോഴും വിജയ്ക്ക് മുഖ്യമന്ത്രി പദത്തിലേക്ക് വിജയ് എത്തിയെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം സാങ്കേതികമായുള്ള കടമ്പ വിജയ് മറികടന്നു. വിജയ്ക്ക് മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ കടമ്പ 118 എന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തേണ്ട നമ്പറിൽ. ഹായ്, ഹലോ. അപ്പം നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് തമിഴ്നാടും കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ തന്നെ 102 സീറ്റോടെ എന്താണ് UDF അധികാരത്തിൽ വന്നിട്ട് ഇവിടെ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ അടിയും പിടിയും വലിയുമാണ്. അതിന് സമാനമായിട്ടാണ് തമിഴ്നാട്ടിൽ ഒറ്റയ്ക്കൊരുത്തം പടപൊരുതി ജയിച്ച് 108 സീറ്റോട് വന്നിട്ട് ഇന്ന് അവന് മുഖ്യമന്ത്രി ആകാൻ പറ്റില്ല. കാരണം 234 സീറ്റാണ് മൊത്തത്തിൽ എന്നാണ് തമിഴ്നാടിനുള്ളത്. അതിൽ വിജയ് 2 നിന്ന് ജയിച്ചിട്ടുള്ളത്. ഇപ്പം CM ആവുകയാണെങ്കിൽ ഒരിടത്ത് രാജിവെക്കേണ്ടി വരും. അങ്ങനെ വരുവാണെങ്കിൽ 107 സീറ്റാണ് വിജയ്ക്ക് ഉള്ളത്. അങ്ങനെ 107 സീറ്റ് വരുമ്പോഴത്തേക്ക് രാഹുൽ ഗാന്ധി പിന്തുണയുമായിട്ട് അറിയിച്ചിരുന്നു. അപ്പം എന്താണ് UDFന് 5 സീറ്റാണ് നമുക്ക് കിട്ടിയിരുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ മൊത്തത്തിൽ 107 + 5 112 സീറ്റ്. വിജയ്ക്ക് എന്താണ് യാതൊരു എതിർപ്പുമില്ലാതെ മന്ത്രിസഭ രൂപീകരിക്കണമെങ്കിൽ, ഒരു സർക്കാർ രൂപീകരിക്കണമെങ്കിൽ കേവലം 118 സീറ്റ് വേണം. അപ്പൊ ബാക്കി സീറ്റുകളിലും കൂടെ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ 112 പേരുടെ മാത്രമേ ശുപാർശ കത്തുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗവർണർക്ക് ആവശ്യപ്പെടാം. അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കുണ്ട്. കാരണം ആവശ്യപ്പെടാം, ഗവർണർക്ക് വേണമെങ്കിൽ ആവശ്യപ്പെടാം, നിങ്ങൾക്ക് ഇത്രയും എന്താണ് MLA-മാര് നിങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നുള്ളതിന്റെ ശുപാർശ കത്ത്. അപ്പൊ ആ ശുപാർശ കത്ത് 118 പേർ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഇനി 6 പേരുടെയും കൂടെ കുറവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. NDAക്ക് നിലവിൽ 1 സീറ്റാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ DMKയും ADMKയും കൂടെ ഒന്നിക്കുന്നു എന്നുള്ള ഒരു ചർച്ചയും കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരുവാണെങ്കിൽ വളരെ ഒരു ഡേർട്ടി പൊളിറ്റിക്സ് ആയിരിക്കും എന്നാണ് തമിഴ്നാട്ടിൽ നടക്കാൻ പോകുന്നത്. അപ്പം അതിനെ തുടർന്ന് നമ്മുടെ വിജയ് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ADMKയും DMKയും കൂടെ ഇങ്ങനെ ഒന്നിക്കുവാണെങ്കിൽ തന്റെ 108 MLA-മാരും കൂടെ രാജിവെക്കും എന്ന് പറഞ്ഞുകൊണ്ട് മാസ് ഡയലോഗ് ഇറക്കിയിട്ടുണ്ട്. മക്കളെ, ഒരു രക്ഷയുമില്ല. ഒറ്റയ്ക്ക് നിന്ന് പടപൊരുതി അവൻ ബേസ്മെന്റ്, അതായത് അങ്ങ് തട്ടിൽ നിന്ന് ഇറങ്ങി നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയാണ് എന്നാണ് നമ്മുടെ വിജയ്. പക്ഷെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും വളരെ വലിയൊരു വിജയം ഇങ്ങനെ വിജയ് നേടുമെന്നുള്ള കാര്യം നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പിന്നെയാണ് ഈ ചങ്ങായി ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എന്താണ് അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് എന്റെ പൊന്നു മക്കളെ, ഒരു രക്ഷയില്ല. ഇദ്ദേഹത്തിന്റെ സ്ട്രാറ്റജീസ്, പൊളിറ്റിക്സ്, കറക്റ്റ് ഒരു വിഷൻ ഉണ്ട്. എന്താകണം ഒരു പൊളിറ്റീഷ്യൻ, എന്താകണം എന്നുള്ള ഒരു സംഭവമാണ് പുള്ളി അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. വളരെ വളരെ ഇദ്ദേഹത്തിന് ജനങ്ങൾക്ക് കൊടുത്ത ഒരു ഉറപ്പ്, അതായത് വീട്ടമ്മമാർക്ക് മാസം 2500 രൂപ, 6 സിലിണ്ടർ ഫ്രീ, ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെയാണ് പാവപ്പെട്ട കുട്ടികളെ വിവാഹത്തിന് 1 പവൻ സ്വർണവും എത്രങ്ങാണ്ടോ രൂപയും കൊടുത്തിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ 4 ഏക്കർ താഴെ ഉള്ള വായ്പകൾ എഴുതിത്തള്ളും, പൂർണ്ണമായിട്ടും എഴുതിത്തള്ളും എന്നുള്ള ഇത് കൊടുത്തേക്കുന്നു. പിന്നെ തമിഴ്നാട്ടിൽ തമിഴർക്ക് മാത്രമായിട്ട് ജോലി സംവരണം കൊടുക്കും. പിന്നെ അതുപോലെ ബിരുദരായിട്ട് ജോലി ഇതുവരെ കിട്ടാത്തവർക്ക് 4000 രൂപ ധനസഹായം, അത് ഡിപ്ലോമ ഉള്ളവർക്കാണ് 2500 ധനസഹായം. ഇതൊക്കെയാണ് ഇതുപോലെ ഒരു 8-9ഓളം വാഗ്ദാനങ്ങളാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി അത് കൊടുത്തിരിക്കുന്നത്. കൊടുക്കുക മാത്രമല്ല, പണ്ട് മുതൽ ഇതൊരു ചാരിറ്റി ആയിട്ട് തുടങ്ങിയിട്ട് പുള്ളി അത് ഇംപ്ലിമെന്റ് ചെയ്തും കഴിഞ്ഞിരിക്കുന്നു. പുള്ളിക്ക് ചുമ്മാ പറയത്തില്ല, ചുമ്മാ എന്നാലും വിജയ് പറയത്തില്ല. ഇതിനുള്ള സോഴ്സ് കണ്ടെത്തിയതിനു ശേഷം മാത്രമായിരിക്കും കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ എങ്ങനെയാണ് UDFന് ഇത്രയും സീറ്റ് കിട്ടിയത്? UDFന് സീറ്റ് കിട്ടിയത് പിണറായിയുടെ ഏകാധിപത്യം നമ്മൾ സഹിച്ച് കഴിഞ്ഞ 10 വർഷമായിട്ട് സഹിച്ച് നമ്മൾ മടുത്ത് അങ്ങേയറ്റം സഹിട്ട് കഴിഞ്ഞപ്പോഴാണ് VT സതീശനെ പോലെയുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ നമുക്ക് കിട്ടിയത്. VT സതീശനെ പോലെ ഒരാൾ അത് കറക്റ്റായ സമയത്ത് ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പൾസറിഞ്ഞ് അത് കറക്റ്റായ സമയത്ത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടും, അതുപോലെ തന്നെയാണ് ഈ പിണറായി വിജയന്റെ ഓരോ തോന്നിയ എണ്ണി പറഞ്ഞ് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടുമാണ് നമുക്ക് UDFന് ഇത്രയധികം വോട്ട് മാറ്റിക്കുത്തി. അതായത് LDFന്റെ കോട്ടകൾ പോലും, തളിപ്പറമ്പ്, പയ്യന്നൂർ പോലെയുള്ള കോട്ടകൾ പോലും ഇളകി മറിഞ്ഞു. കോട്ടകളെ ഇടിയാൻ കാരണം അത് തന്നെയാണ്. അപ്പൊ ഇത് തന്നെയാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചത്. എങ്ങനെയും സ്റ്റാലിന്റെ ഭരണം കുത്തഴിഞ്ഞ ഒരു ഭരണമായിരുന്നു. സ്റ്റാലിന്റെ ഏകാധിപത്യമായിരുന്നു. അദ്ദേഹം വളരെ ധാർഷ്ട്യത്തോടെയാണ് പെരുമാറിയിരുന്നത്. സ്റ്റാലിനെതിരായിട്ട് നിൽക്കുന്നവരെ കൊണ്ട് പോലും അടിമപ്പണി ചെയ്യിക്കുന്ന ഒരു വൃത്തികെട്ട പൊളിറ്റിക്സ് ആയിരുന്നു അവിടെ. അപ്പൊ അങ്ങനെയാണ് വിജയെ പോലെ ഒരാൾ വന്നതും കറക്റ്റായിട്ട് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തതും കറക്റ്റായിട്ടുള്ള വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തതും ജനങ്ങൾക്ക് ഒരു വിശ്വാസം കൊടുത്തതും. പക്ഷെ അതിന്ന് നേരെ ഉൾട്ടയടിച്ച് വന്നേക്കുന്നത് അദ്ദേഹത്തെ ഇനി ഒരു CM പദവിയിലോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇത് ഒരു പക്ഷേ
നമ്മുടെ BJP കൊടുത്ത പണിയാണോ എന്ന് ചോദിച്ചാൽ മേ ബി വേണം നമുക്ക് അങ്ങനെയും ചിന്തിക്കാം. പക്ഷേ ഇവിടെ ഗവർണറെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒരു ക്ലോസ് ഉള്ളതാണ്. അപ്പൊ ഗവർണർക്ക് സമയം കൊടുക്കും, തീർച്ചയായും സമയം കൊടുക്കും. വിജയ്ക്ക് 118 അദ്ദേഹത്തിന് ഇനി സർക്കാർ രൂപീകരിക്കണമെങ്കിൽ 118 MLA-മാരുടെ സപ്പോർട്ടോട് കൂടി മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇനി ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മറുകണ്ഠം ചാടിയ അതും പോകും. പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയെ വിശ്വസിക്കാൻ പറ്റത്തില്ല, പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി സ്റ്റാലിൻ വന്ന സമയത്ത് പണ്ട് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് കേട്ട് നോക്ക്. My brother Stalin, elder brother Stalin, I don't call any other politician brother, huh? என்னுடைய அண்ணன் மு.க. ஸ்டாலின், நான் வேறு யாரையும் இப்படி அழைப்பது இல்லை. கோவை. അപ്പം ഇതാണ് അവസ്ഥ. അപ്പം കഴിഞ്ഞ തവണ എന്താണ് സ്റ്റാലിൻ തന്റെ സഹോദരനാണെന്ന് വിളിച്ച് പറഞ്ഞ രാഹുൽ ഗാന്ധിയാണ് ഇന്ന് എന്നെ വിജയെ സപ്പോർട്ട് ചെയ്ത് വന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല, ഏത് നിമിഷം കാല് വാരിയേക്കാം. അതുകൊണ്ട് ഈ 5 സീറ്റൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തൊക്കെയായാലും നെട്ടോട്ടം തിരികെയാണ് ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടി വിജയ്. വളരെ ഒരു ദയനീയമായ അവസ്ഥയാണ്. വിജയ് ജയിക്കണം. നമ്മൾ കേരളത്തിലാണെങ്കിൽ പോലും കേരളത്തിനൊരു വികാരമാണ് വിജയ് എന്ന് പറയുമ്പോഴത്തേക്ക്. നമുക്ക് ഇളയ ദളപതി വിജയ് CM ദളപതിയിലോട്ട് മാറണമെന്ന് തന്നെയാണ് നമ്മുടെ പേഴ്സണൽ അഭിപ്രായവും ആഗ്രഹവും എല്ലാമൊക്കെയാണ്. പക്ഷെ അതിലോട്ട് എങ്ങനെ സഞ്ചരിക്കും എന്ന് മാത്രം ഇനി കണ്ടറിയണം. എന്തൊക്കെ ട്വിസ്റ്റാണ് ഈ കേരളത്തിലും എന്താണ് തമിഴ്നാട്ടിൽ മത്സരിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ VT സതീശൻ ഒരു ഉപമുഖ്യമന്ത്രിയായിട്ട് ഒരു ഡീലിംഗ് വരികയും അതുപോലെ തന്നെയാണ് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി തുടരുകയും ചെയ്യുകയായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു MP സ്ഥാനം KC വേണുഗോപാൽ രാജിവെച്ചിട്ട് ഇവിടെ കോൺഗ്രസ് ഒരു ബൈ ഇലക്ഷൻ വേണമല്ലോ, ആ ബൈ ഇലക്ഷനിൽ ഒരുപക്ഷെ ആൾക്കാർ ജയിപ്പിക്കും എന്ന് പോലും എനിക്കറിയില്ല. കാരണം VTയോട് അത്രയധികം ആരാധനയും കടുത്ത ഇതുമാണ് ജനങ്ങൾക്കുള്ളത്. അപ്പൊ ഇതൊക്കെ കണ്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടുവരെ ശ്രദ്ധിക്കുക. ബൈ.